യാത്ര ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും വയനാടിൻ്റെ കോളനി പ്രദേശങ്ങളിൽ പോകാൻ സാധിച്ചു. അട്ടപ്പാടിയിൽ സന്ദർശനം നടത്താനായി തൊടുപുഴയിലും ഇടുക്കിയിലെ ഇടമലക്കുടിയിലും യാത്ര ചെയ്യാൻ സാധിച്ചു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ST മേഖലകളിൽ വ്യാപകമായി വേദനിക്കപ്പെടുന്ന ആളുകളെ നിരന്തരം കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ST മോർച്ചയുടെ പ്രഭാരിയായിട്ടുള്ള ഒരു ചുമതലയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വഹിച്ചു വരുന്നത്. അപ്പം ഏറ്റവും വേദനിക്കപ്പെടുന്ന, അവശത അനുഭവിക്കപ്പെടുന്ന ആളുകൾ ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് കയറിക്കിടക്കാൻ ഒരു കൂരയോ കഴിക്കാൻ നല്ല ഭക്ഷണമോ ഇല്ലാതെ കുടിവെള്ളം പോലും കിട്ടാൻ എത്രയോ വാരകൾ അകലെ പോകേണ്ട ഒരു സാഹചര്യമുള്ള നാടായി ഇന്നും കേരളം നിലനിൽക്കുകയാണ്. എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളം അതിദരിദ്രന്മാരില്ലാത്ത നാടായി മാറി എന്നാണ്. അതിനർത്ഥം കാസർഗോഡ് നിന്ന് ലിഫ്റ്റുള്ള വണ്ടിയിൽ തിരുവനന്തപുരത്തെത്തുകയും ഒരു പാവപ്പെട്ട ആദിവാസിയുടെയോ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെയോ SC സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെയോ വേദനിക്കപ്പെടുന്ന ഒരാളുടെ പോലും ചുമലിലൊന്നു തൊടാതെ ആശ്വസിപ്പിക്കാതെ ഞാൻ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് പറയാതെ യാത്ര അവസാനിപ്പിച്ച ഒരു മുഖ്യമന്ത്രിക്ക് അതിദാരിദ്ര്യം കാണണമെങ്കിൽ ഇടമലക്കുടിയിലേക്ക് ഒരു യാത്ര നടത്താൻ പറ്റുമോ? അട്ടപ്പാടിയിൽ ഭക്ഷണം കിട്ടാതെ, അതായത് യാതൊരു പോഷകാഹാരവും കിട്ടാതെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു യാത്ര നടത്താൻ സാധിക്കുമോ? ഇതൊന്നും നടത്താൻ സാധിക്കാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു വലിയ അവാർഡിന് അർഹനായിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തൻ്റെ നാട് അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാടാണ് എന്ന് പറയാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകി ഞാൻ നഗ്നനല്ല, ഞാൻ തുണി ഉടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുഖമോർക്കുമ്പോൾ ഇവിടുത്തെ മനുഷ്യർ, ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ ഉള്ളിൻ്റെ ഉള്ളിൽ ശപിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് എന്നോർത്തുകൊണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മാസങ്ങളും വർഷങ്ങളും മുന്നോട്ട് പോകും. എത്ര സ്വാധീനമുണ്ടെങ്കിലും, എത്ര കൂട്ടുകാരുണ്ടെങ്കിലും, എത്ര പ്രമാണിമാരുണ്ടെങ്കിലും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അനിൽ അംബാനിയുടെ 3000 കോടി രൂപയുടെ സ്വത്ത് ED കണ്ടുകെട്ടുകയുണ്ടായി. പാവപ്പെട്ട ദരിദ്രന്മാർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഏകാധ്യാപക പാഠശാലകളും സർവശിക്ഷാ അഭിയാൻ പദ്ധതിയും അതുപോലെ തന്നെ പൊതുനിരത്തിലേക്ക് റോഡുകൾ ഘടിപ്പിക്കേണ്ട തുകയും ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെപ്പോലെ ജീവിക്കാൻ ആവശ്യമായിട്ട് കൊടുത്തിട്ടുള്ള വിവിധ കാര്യങ്ങളും വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുന്നിൽ മുന്നോട്ട് പോയി കേരളത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തീർത്ഥയാത്ര നടത്തുന്നത് പോലെ
അമേരിക്കയിലും അതുപോലെ തന്നെ വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിലുമൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു വരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വലിയ പാവപ്പെട്ടവരുടെ ഒറ്റുകാരനാണ് എന്ന് പറയാൻ സമൂഹം മുന്നോട്ട് വരികയാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഞങ്ങൾ ചില കണക്കുകൾ എത്രയും പെട്ടെന്ന് സമർപ്പിക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ്. കാരണം നേരിട്ടാണ് ഞങ്ങൾ ST വിഭാഗത്തിലെ മനുഷ്യരുമായിട്ട് സംവദിക്കുന്നത്. ഒരു 25 സ്ഥലങ്ങളിൽ സന്ദർശനം കഴിഞ്ഞു. ഒരു 25 സ്ഥലങ്ങളിൽ കൂടി സന്ദർശനം നടത്തിയതിനു ശേഷം പാവപ്പെട്ട മനുഷ്യരുടെ ഫോട്ടോഗ്രാഫ്സ്, അവർ പറയുന്ന അവരുടെ പരാതികൾ, അവരൊരുമിച്ച് കൂടി ആരോഗ്യമില്ലാത്ത കണ്ണുകളായി, അനീമിയ ബാധിച്ച കുട്ടികൾ, കുഴിയിലാണ്ട കണ്ണുകളും വിശന്നൊട്ടിയ വയറുമായി തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ സാധിക്കാത്ത അമ്മമാർ, ഇവരുടെയെല്ലാം നേർക്കാഴ്ച മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഞങ്ങൾ ഉടൻ തന്നെ സമർപ്പിക്കും എന്ന് പറയാൻ കൂടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്ന ഈ വിദേശ യാത്രകളും ഈ ബിസിനസ് യാത്രകളിലൂടെയും എത്ര കോടികൾ സമാഹരിച്ചാലും അനിൽ അംബാനി ഇന്ന് നെഞ്ചുപൊട്ടി കരയുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നെഞ്ചുപൊട്ടി കരയേണ്ടി വരും എന്നുകൂടി സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്, സതുദ്ദേശത്തോടെ അല്ല വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ നിസ്സാരമായാണ് തികഞ്ഞ ആധികാരികതയോടെ സംസ്ഥാനത്തെ പ്രമുഖ വനിതാ നേതാവാണ് ഇത്തരത്തിൽ പച്ചക്കള്ളം പറയുന്നത്. ആ പാർട്ടിയുടെയും നേതാക്കളുടെയും നിലവാരമടക്കാൻ ഇത് ധാരാളമാണ്. നുണ പ്രചരിപ്പിക്കുന്ന ഫാക്ടറികളാണ് സംഘപരിവാർ എന്നതിന്റെ സാക്ഷ്യം കൂടിയാണിത്. ഇവരുടെ നുണപ്രചരണത്തിനെതിരെ ഞാൻ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണല്ലോ സഖാവ് EP ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയത്. ഏത് കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിലാണ് സഖാവ് EP ജയരാജനെ തൽസ്ഥാനത്തു നിന്ന് മാറ്റിയത്? അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി EP ജയരാജൻ ചെയ്ത പാർട്ടിയോട് ചെയ്ത ദ്രോഹം കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ EP ജയരാജനെ കസേരയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ് എന്ന് മറുപടി പറയേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇത്ര നിഷ്കളങ്കനായിരുന്നുവെങ്കിൽ, ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നിഷ്കളങ്കനാണ് സഖാവ് EP ജയരാജൻ എന്നാണ്. അപ്പം നിഷ്കളങ്കനായിട്ടുള്ള സഖാവ് EP ജയരാജന് കുറച്ച് കാര്യഗൗരവ ബോധം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കസേരയിൽ തന്നെ ഇരുത്താമായിരുന്നല്ലോ. വേറൊന്ന് പുസ്തകത്തിൽ വായിക്കാനിടയായി. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് മകനെ ഫോണിൽ വിളിച്ചു. ഞാൻ EP ജയരാജന് മറുപടി പറയാൻ ആഗ്രഹിച്ച ആളല്ല. കാരണം കേസ് കോടതിയിലുണ്ട്. കോൺഗ്രസിൻ്റെ പണ്ട് ഈ നാടിൻ്റെ ഭരണകൂടത്തിൻ്റെ സാരഥ്യത്തിലിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ ശ്രീമാൻ KC വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിനേക്കാളും വലിയ ഒരാളാണ് EP ജയരാജൻ എന്ന് ഞാൻ കരുതുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പം കേസൊക്കെ ഞാൻ നടത്തി കോടതി മുമ്പാകെ ഇതിൻ്റെ ബാക്കി മറുപടികളെല്ലാം ജയരാജനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞാൻ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ടാകും. എന്നാൽ EP പറഞ്ഞത് ഞാൻ വായിച്ചത്, എൻ്റെ മകനെ ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ മകനെ ഫോണിൽ വിളിച്ചപ്പോൾ മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു യന്ത്രം EP ജയരാജൻ്റെ കയ്യിലുണ്ടോ? ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ആ ഫോണ് ഒരു വട്ടവും 2 വട്ടവും വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് EP ജയരാജന് തോന്നി എന്നാണ് EP ജയരാജൻ എഴുതിയിട്ടുള്ളത്. അപ്പം അതിനർത്ഥം എന്താണ്?
ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നല്ലേ പറയുന്നത്. ഒരു കാര്യം ഉറപ്പായി, EP ജയരാജൻ പറഞ്ഞു, എനിക്ക് ആ സ്ത്രീ അറിയേയില്ല. ഇവിടെ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കേരളത്തിലുണ്ട്, എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ. ചാനൽ ചർച്ചകളുടെ കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് ഞാനിരിക്കുമ്പോൾ മറുഭാഗത്ത് ചർച്ചയ്ക്കിരുന്ന എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. തെരഞ്ഞെടുപ്പിൽ 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഞാൻ. 9 തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ ഫോണിലേക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഒരു സിംഗിൾ കോൾ പോയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഭരണകൂടത്തിന് പോലും, കേരളത്തിൻ്റെ ഭരണകൂടത്തിന് പോലും സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും സഖാവ് EP ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് എന്നതിനെക്കുറിച്ചാണ് കേസ് നടക്കുന്നത്. അത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറുപടി പറയും. ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത്, ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. കാരണം ഓരോ സമയത്തും കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എൻ്റെ പേരിൽ വന്നാലും തരക്കേടില്ല. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളൻ്റെ ആത്മകഥ എന്നായിരുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു സ്ത്രീയെ, അതും 10-30 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരു സ്ത്രീയെ കാണാൻ വരിക, അതുപോലെ തന്നെ യാത്ര ചെയ്യുക, ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. ഇവിടെ മാധ്യമപ്രവർത്തനം നടത്തുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാമനിലയത്തിൽ ഞാനതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്, വിവരാവകാശം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ഞാനൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ രാമനിലയത്തിൽ വരുന്നു, മുന്നോട്ട് നടക്കുന്നു. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി, ഇടത്തോട്ട് നടന്നു, അവിടെ റിസപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ രാധാകൃഷ്ണൻ്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു. എൻ്റെ പത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം. തൊട്ടടുത്ത മുറിയിൽ സഖാവ് EP ജയരാജൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് EP ജയരാജൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. അത് ഓർമ്മയുള്ളവർ അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ എൻ്റെ പത്രസമ്മേളനം, പഴയ പത്രസമ്മേളനം കിട്ടും. ഞാൻ വിവരാവകാശം എടുത്തു. ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത്, അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ്. രേഖകൾ ഞാൻ തരാം. അത് എൻ്റെ റൂം. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് വരുമ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ്റെ റൂം, തൊട്ടടുത്ത് EP ജയരാജൻ്റെ മുറി. ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത്. 1, ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ. 2, ബഹുമാനപ്പെട്ട മുൻ ഗവർണർ ആരിഫ് ഖാൻജിയെ കാണാൻ. 3, സഖാവ് EP ജയരാജനെ കാണാൻ. ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല. അവിടുത്തെ CCTV ക്യാമറകൾക്ക് എന്ത് പറ്റി? ഞാൻ ലെഡ്ജറിൽ ഒപ്പുവെച്ച് ഞാൻ പണം കൊടുത്തിട്ടുണ്ട്. ആ ലെഡ്ജർ ബുക്ക് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഹാജരാക്കട്ടെ. അപ്പം ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. എനിക്ക് ഇങ്ങനെ കാപഢ്യമുള്ള, കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറുപടി പറയാനുള്ളതല്ല എൻ്റെ ശബ്ദം എന്ന് പോലും കരുതുന്ന ഒരാളാണ്. പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിക്കും കോടതിയിൽ, ഒരു തർക്കവും വേണ്ട. കാരണം ഇതുവരെ നട്ടലുള്ളവർക്കെതിരെ മുട്ടാൻ EP ജയരാജന് സാധിച്ചിട്ടില്ല. ഈശ്വരാധീനം കൊണ്ട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവും. പിന്നെ EP ജയരാജൻ ഒരു സർട്ടിഫിക്കറ്റും എനിക്കൊരു പുസ്തകത്തിലൂടെ തരേണ്ട ആവശ്യവുമില്ല. ഞാനത് ഒരു താമ്രപത്രമായിട്ട് കരുതുന്നതുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണ്ടേ? ആ കാര്യം മുന്നോട്ട് പോകണമോ? നമ്മൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കണം. ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അത് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ
ഇടതുപക്ഷ പാർട്ടി യോഗം ചേർന്ന് സഖാവ് ഇ പി ജയരാജനെതിരെ ചോദ്യശരങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം ജയരാജൻ നിഷ്കളങ്കനാണ് എന്ന് പണ്ട് കോടിയേരിയെക്കുറിച്ച് പറഞ്ഞല്ലോ, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. കോടിയേരി ധന്യനാണ്, കോടിയേരിയാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതെന്നൊക്കെ പണ്ട് പറഞ്ഞു. മരിച്ചുപോയ ആളെക്കുറിച്ച് ഇനി പറഞ്ഞ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ എനിക്കിതൊക്കെ വളരെ സന്തോഷമേ ഉള്ളൂ. ബാക്കി പൂരിപ്പിക്കാനുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് 24 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ കഴുത്തിൽ ഞങ്ങളുടെ കുങ്കുമഹരിത പതാക വീഴുമായിരുന്നു. അപ്പോൾ അതൊന്നും ഇനി ഒരു വിഷയമേ അല്ല. കാരണം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ഏതൊരു കാര്യത്തെയും ഗീബൽസിയൻ സിദ്ധാന്തം പോലെ നുണയെ സത്യമാക്കി മാറ്റാനും ആടിനെ പട്ടിയാക്കി മാറ്റാനും വളരെ പ്രാഗൽഭ്യമുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ വയസ്സുകാലത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം സഖാവ് ഇ പി ജയരാജൻ നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അത് ശരിക്കും വിട്ടുകളയേണ്ടതായിരുന്നു. പിന്നെ നിങ്ങൾക്ക് തീവ്രമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഏത് വിഷയത്തിലും എത്ര സമയവും നിങ്ങളുടെ മുഖാമുഖം ഇരിക്കാൻ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഞാൻ ജനിച്ചു വളർന്ന തൃശ്ശൂർ ജില്ലയായതുകൊണ്ടും അപ്പോൾ ആ ജില്ലയിലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് രാമനിലയവും കാര്യങ്ങളും ഒക്കെ കൂടുതൽ പരിചയമുള്ളത് കൊണ്ടും എനിക്കിതൊക്കെ പറഞ്ഞു കഴിഞ്ഞ അധ്യായമാണ്. പക്ഷെ വീണ്ടും പറയിപ്പിക്കുന്നു നിങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കടുത്ത ആരാധികയാണ്. മാത്രവുമല്ല, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ നാഷണൽ പ്ലെയറായിരുന്നു, +1 +2. പിന്നീട് ഒരു ആക്സിഡൻറ്റ് പറ്റിയതിനെ തുടർന്ന് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് പറയാനുള്ളത്, ക്ഷേത്രങ്ങളിലെ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ഭഗവാന്റെ കാണിക്കയും മുരാരി ബാബുവിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും ദേവസ്വം മന്ത്രിക്കും മാറ്റാം. എന്നിരുന്നാലും അവർക്ക് ആ കസേരയിൽ തന്നെ തുടരാം എന്ന് പറയുന്നത് പോലെ മരമുറി കേസിൽ 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ജാമ്യത്തിലിറങ്ങിക്കൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം നടത്തി മുന്നോട്ട് പോകുമ്പോഴും ആ വ്യക്തിയോടൊപ്പം പോലീസിൻ്റെ ഉന്നതരായിട്ടുള്ള അധികാരികൾ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച വളരെ ദുഃഖത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം നോക്കിക്കണ്ടത്. ഈ മുതലാളി, കാരണം ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ജോലിക്ക് ശമ്പളം വേണം എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പ്രവർത്തിക്കണമെന്നില്ലല്ലോ. എത്രയോ കഴിവും പ്രാപ്തിയുമുള്ളവർ മാധ്യമ പ്രവർത്തനം പഠിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യും എന്ന് ചടിക്കുന്ന ആളുകളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം ഈ 3000 കോടി കണ്ടുകെട്ടിയ അംബാനിയുടെ ഗതികേട് തന്നെയാണ് ഭാവിയിൽ ഈ മാധ്യമ മുതലാളിയും അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, ഒരു ഫോൺ അദ്ദേഹം വിപണിയിൽ ഇറക്കാൻ തീരുമാനിച്ചു. ഞാൻ പഴയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ആ ഫോണിൻ്റെ പേര് മാംഗോ ഫോൺ എന്നായിരുന്നു. മാംഗോ ഫോൺ വിപണിയിൽ ഇറക്കാൻ തീരുമാനിച്ചിട്ട് 3 കമ്പനികൾ അദ്ദേഹം തുടങ്ങി വിദേശത്ത്. ആ 3 കമ്പനികൾക്കും വെബ്സൈറ്റ് ഉണ്ടാക്കി. ഞാൻ അന്ന് രേഖകളെല്ലാം മാധ്യമപ്രവർത്തകർക്കും നൽകിയിരുന്നു. ആ 3 വെബ്സൈറ്റുകളിലേക്കും രാജ്യത്തെയും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആളുകളെയും പൈസ നിക്ഷേപിക്കാനുള്ള സാഹചര്യം ഒരുക്കി. കോടിക്കണക്കിന് രൂപ മാംഗോ ഫോൺ തട്ടിപ്പ് വഴി അദ്ദേഹം സ്വാംശീകരിച്ചെടുത്തു. അതിലൊരു ഇരയാണ് മുൻ മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ സഹോദരൻ. അദ്ദേഹം ഇപ്പോഴും മഞ്ചേരി കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 20 കോടിയോളം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ അദ്ദേഹം ആ വിഷയത്തിൽ കൊടുക്കാനുണ്ട്. പണമെല്ലാം അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ കമ്പനികളെല്ലാം വെബ്സൈറ്റ് വരെ ഇല്ലാതായി. കോടിക്കണക്കിന് രൂപ സമാഹരിച്ചെടുത്തതിന് ശേഷം വെബ്സൈറ്റ് എല്ലാം തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുപോലെയാണ് മെസ്സിയുടെ വരവ് നമ്മൾ കേരളം കണ്ടത്. കാരണം സ്പാനിഷ് ഭാഷ മാത്രം
കൂടുതലായിട്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന ആദരണീയനായിട്ടുള്ള മെസ്സി, ആ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനുമുള്ള ആരാധകർ, ഫുട്ബോൾ പ്രേമികൾ പൈസ സ്പോൺസർ ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തി. എത്ര ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്പോൺസർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണോ ഭഗവതിയുടെയും ഭഗവാന്റെയും സ്വത്ത് കള്ളന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത്, അതേ സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട കൊച്ചിയിലെ സ്റ്റേഡിയം ഒരു കരാറ് പോലും ഇല്ലാതെ എങ്ങനെയാണ് മിസ്റ്റർ ആൻഡോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്? അതിൽ ആൻഡോയുടെ സഹോദരന്മാർ പാർട്ട്നേഴ്സ് ആണോ, ആരൊക്കെയാണുള്ളത് എന്നതിനെക്കുറിച്ചും പൊതുസമൂഹം അന്വേഷിക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ നാൾ വഴികളിലൂടെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഞാനും അന്വേഷണമൊക്കെ ചെറിയ രീതിയിൽ, കാരണം ഞാൻ അങ്ങനെ വലിയ ഇംഗ്ലീഷ് സ്കൂളിലല്ല പഠിച്ചത്, CBSE സിലബസ് ഒന്നും പഠിച്ച ആളല്ല. ഞാനൊരു സാധാരണക്കാരി, പാടത്തൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ കയറി വന്ന ഒരാളാണ്. അപ്പോൾ എന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ 10-30 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളും കുറച്ച് ഇങ്ങനെ അതിൻ്റെ പിറകിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതിലുപരി ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയുകയാണ്. എന്നെ വേട്ടയാടിയപ്പോൾ, എന്നെ വേദനിപ്പിച്ചപ്പോൾ എനിക്ക് 10,000 തന്ന് സഹായിച്ചവരും 25,000 തന്ന് സഹായിച്ചവരും 1,00,000 തന്ന് സഹായിച്ചവരുമൊക്കെ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്തുണ്ട്. എന്നാൽ 100 രൂപ പോലും ഞാൻ 9 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ട് ആവശ്യപ്പെടാത്ത ഒരു വ്യക്തി ഒരു മാധ്യമ സ്ഥാപനത്തെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടി എന്നെ അപമാനിക്കാൻ പരിശ്രമിച്ചപ്പോഴും ഞാൻ നേരെ തൃശ്ശൂരിൽ നിന്ന് പോയത് ഡൽഹിയിലെ സുപ്രീം കോടതിയിലേക്കല്ല, ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോയത് ഗുരുവായൂരിലേക്കാണ്. എൻ്റെ സുപ്രീം കോടതി ഗുരുവായൂരപ്പനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സുപ്രീം കോടതിയിലേക്ക് നടന്നുപോയി. എൻ്റെ സുപ്രീം കോടതിയിലേക്ക് ഞാൻ നടന്നുപോയി. ഞാൻ അവിടെ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ അപേക്ഷയ്ക്ക് ഒരു റിസൾട്ട് കൂടി ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അവരാണ് ആ രേഖ മുന്നോട്ട് വെക്കേണ്ടത്. ROCക്ക് കൊടുത്ത പരാതി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ROCയുടെ മുന്നിൽ നിന്ന് കൃത്യമായിട്ട് ചാനലിൻ്റെ പേര് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? നികേഷ് കുമാറുമായിട്ട് ആ ചാനലിലുള്ള ബന്ധം അവസാനിച്ചുവോ? ഇത് ഉത്തരം പറയേണ്ടത് ഞാനല്ല, കേന്ദ്രത്തിൻ്റെ ഉന്നതരായിട്ടുള്ള ഏജൻസികൾക്ക് മുൻപാകെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ കൊടുത്ത പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1 മാസമോ 1 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞാലും 3000 കോടി അപഹരിച്ചെടുത്ത അനിൽ അംബാനിയുടെ ഈ 3000 കോടി കണ്ടുകെട്ടിയത് ഈ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം അതെല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ ചൊറിഞ്ഞ് സംസ്ഥാന പ്രസിഡന്റിനെയും ചൊറിഞ്ഞു. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായി? ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ നിയോജക മണ്ഡലത്തിലെയും വിവിധങ്ങളായിട്ടുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുകയും അവരും കോടതിയെ സമീപിച്ചിട്ടുണ്ട്, സംസ്ഥാന അധ്യക്ഷനും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഭാവിയിൽ കേരളത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. ഞാൻ മാധ്യമ പ്രവർത്തകരെ, കാരണം ഒരു മാധ്യമ മുതലാളി ആയതുകൊണ്ട് തന്നെ ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുൻപാകെ പല ചോദ്യങ്ങൾക്കും മിസ്റ്റർ ആൻഡോയുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നു എന്ന് വരില്ല. കാരണം അതിന് ബാധ്യതപ്പെട്ട ആ ചോദ്യത്തിന് എനിക്ക് ബാധ്യതപ്പെടാനും സാധ്യമല്ല. കാരണം അപമാനിക്കപ്പെട്ടിട്ടുള്ളത് എൻ്റെ വ്യക്തിത്വത്തിനെയാണ്. അത് തീർച്ചയായിട്ടും നല്ല മനോഹരമായി തന്നെ നിയമപരമായി തന്നെ, എന്നാൽ ഞാൻ പറഞ്ഞു 1ാം സ്ഥാനം എനിക്ക് ഗുരുവായൂരിലാണ്. അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. അതിലൊന്നും ആരും ഒരു വിഷമവും വേണ്ട. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും അത് ചർച്ച ചെയ്യാം. എന്നാൽ ചോദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടാണ്. ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ?
കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സ്റ്റേഡിയം ഒരു കരാറ് പോലും ഇല്ലാതെ കൊടുക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും വകുപ്പ് മന്ത്രിയും ഈ മാധ്യമ മുതലാളിയും തമ്മിലുള്ള ബന്ധം എന്ന് വ്യക്തമാക്കേണ്ടത് ആരാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം കൂടി മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ്. മെസ്സി വരട്ടെ, മെസ്സി വരുന്നതിന് നമ്മളെല്ലാവരും സന്തോഷത്തിലാണ്. മെസ്സി ആര് കൊണ്ടുവരണം? കേന്ദ്രത്തിനൊരു സ്പോർട്സ് വകുപ്പ് മന്ത്രിയുണ്ട്. കേന്ദ്ര സ്പോർട്സ് മന്ത്രിയും കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് ദേശീയ ഏജൻസി അന്വേഷണം നടത്തണം എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. എന്താണ് ഈ അഭിഹിതമായിട്ടുള്ള ബന്ധം? എന്ത് അടിസ്ഥാനത്തിലാണ് ധാർമ്മികതയുടെ പേരിലാണ് ഈ മാധ്യമ മുതലാളിക്ക് ഇങ്ങനെ മെസ്സിയെ കൊണ്ടുവരാനുള്ള അനുമതി കൊടുത്തത്? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയതല്ലേ? പ്രധാനമന്ത്രി എത്രയോ തവണ കണ്ടതല്ലേ? കേരളത്തിൽ മെസ്സിയെ സ്നേഹിക്കുന്ന ആരാധകന്മാരുള്ള നാട്ടിൽ, ഫുട്ബോൾ പ്രേമികളുള്ള നാട്ടിൽ മെസ്സി വരണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പോർട്സിൻ്റെ മന്ത്രി ഒരു കത്ത് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ച് ആ കത്ത് മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഹാൻഡ് ഓവർ ചെയ്യില്ലേ? ചെറുപ്പക്കാരുടെ യുവതയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ സ്പോർട്സിലേക്ക് അന്യരാജ്യത്തു നിന്ന് ഒരാൾ വരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിക്കാതിരിക്കുമോ? എന്നാൽ ആര് കൊണ്ടുവരുന്നു, എന്തിനു കൊണ്ടുവരുന്നു? ഇല്ലാത്ത മാംഗോ ഫോണിൻ്റെ പേരിൽ കൊണ്ടുവന്നതുപോലെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് പരിരക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്? ഇതിന് മറുപടി പറയേണ്ടത് സ്പോർട്സ് മന്ത്രി മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ്. അല്ല, നോക്കാലോ, അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടൽ നടത്തും. അങ്ങനെ ഒരു കളി നടത്തുന്ന വ്യക്തി കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ സ്പോർട്സ് മന്ത്രി അറിയാതെ അത്തരം ഒരാൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ എന്തായാലും തൽക്കാലം വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പിന്നെ 150 കോടി മെസ്സിക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. 150 കോടി രൂപ ചെറിയ പൈസയാണോ അത്? ഈ 150 കോടി രൂപ ഏത് ബാങ്കിലൂടെയാണ് അയച്ചു കൊടുത്തത്? ഈ 150 കോടി രൂപ എങ്ങനെയാണ് ഈ മാധ്യമ മുതലാളിക്ക് കിട്ടിയത്? അപ്പോൾ അതിനുകൂടി ഉത്തരം കേരളത്തിൻ്റെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി മുമ്പാകെ നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.